രാവിലെ തന്നെ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാൻ പോകണം. എന്നും ഇങ്ങനെ വെറൈറ്റികൾ നമ്മൾ പിടിക്കുക. അങ്ങനെ നമ്മൾ ദോശ പറഞ്ഞിട്ട്, ദോശ എന്ന് പറഞ്ഞാൽ നീളക്കത്തിലും വട്ടത്തിലുള്ള ദോശയാണ്. അതും വലിയ ദോശ കേട്ടോ. ഇതിൻ്റെ വില എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ എല്ലാം കഴിക്കണ മാതിരി 5 റിയാൽ 6 റിയാൽ 7 റിയാലൊക്കെ തന്നെയാണ് വില കേട്ടോ. അങ്ങനെ സാമ്പാറുണ്ട്, ചട്ടിനി ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് വേണം ഇനി ഓഫീസൊക്കെ പോകാൻ. ഓഫീസൊക്കെ പോയിട്ട് അവിടെ എന്താ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വെറുതെ കുത്തിർക്കലാണ് ജീവിതം. അങ്ങനെയല്ലേ, വെറുതെ കുത്തിർന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാന്നുള്ള ചിന്താഗതി മാത്രമുള്ള ഒരുത്തനാണ് ഞാൻ. അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, പണിയെടുക്കണ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമോ എന്ന് പഠിച്ചവന് മാത്രമേ അറിയുള്ളൂ. ഞാനേതായാലും പണിയെടുത്ത് ജീവിക്കുമെന്ന് എനിക്ക് തോന്നില്ല. ആ ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. തിന്ന് ജീവിക്കാൻ എനിക്ക് ഭയങ്കര രസമാണ്. ഏതായാലും എന്താ വെച്ചാൽ ദോശ ഇങ്ങനെ കടിച്ച് തിന്നുണ്ട്. ഇതൊക്കെ എപ്പോഴാണ് ഇനി തീർന്ന് കിട്ടുക എന്ന് എനിക്ക് അറിയില്ല. ഏതായാലും പള്ളിയൊക്കെ കുത്തി കയറിയാലേ ഇപ്പോൾ തീരൂല എന്ന് തീരുമാനമാവുള്ളൂ. ഏതായാലും കുറച്ച് ഇങ്ങനെ കുത്തി തിന്നുണ്ട്. ഇനി അടുത്ത പരിപാടി പിടിച്ചണേ, ഈ പരിപാടി കഴിഞ്ഞിട്ട് വേണം അടുത്ത പരിപാടി പിടിച്ചാൽ. അങ്ങനെ ഇന്ന് ഒരുപാട് ഐറ്റംസ് തിന്നാ കഴിഞ്ഞില്ല, ഇതിനെ തിന്നപ്പോൾ പുള്ളായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഫീസോട് കഴിഞ്ഞ് പിന്നെ വരുന്നത് പിന്നെ ഓറിയാണ്. ഫാദിനെ കിട്ടിയപ്പോൾ ഫാദിൻ്റെ ബില്ലിന് ഞാൻ ഓറിയാണ് ഓറിയോ വാങ്ങിയിട്ട് തിന്നുക. ആ പരിപാടി തന്നെയാണല്ലോ. അങ്ങനെ പിന്നെ ഒരു 10 മണിയായപ്പോൾ സർപ്പേക്കണ്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ ഫുള്ള് കുട്ടികളെ മക്കളെ എന്തൊക്കെ സാധനങ്ങളാണ്. ഇവിടെ ഫുള്ള് തെരുവോര കച്ചവടം കണ്ടമാരുണ്ട്. ചെറിയ വിലക്കൊക്കെ സാധനം കിട്ടും. ചില ഇങ്ങനെ ഷൂനൊക്കെ ചെറിയ പൈസ ഉള്ളൂ, ചിന്ന പൈസ, 10 റിയാൽ 20 റിയാൽ 30 റിയാൽ ഇങ്ങനെ തുടങ്ങി പല ഐറ്റംസ്. ഇതൊക്കെ 5 റിയാലിന് മോതിരാട്ടോ. ഇതിൽ വെള്ളി ഉണ്ടോ ഇതുണ്ടോ എന്ന് ചോദിക്കരുത്. വെള്ളി ഉണ്ടാകാൻ സാധ്യതയില്ല, വെള്ളി 5 റിയാലിന് കൊടുക്കൂലല്ലോ. അങ്ങനെ അതിൽ കുറേ ഞാൻ തപ്പി ഉണ്ടാക്കണ്ടേ, ഏതെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി കിട്ടണമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ വെള്ളിയാന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിച്ചല്ലോ. പക്ഷെ ഇപ്പോൾ ആൾക്കാർക്ക് ബുദ്ധി ഉണ്ട്, എൻ്റെ മാതിരിയല്ലല്ലോ എല്ലാവരും, അത് പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെ ഏതായാലും നമ്മൾ കുറേ ഐറ്റംസ് നോക്കുന്നുണ്ട്. പിന്നെ ലൈറ്റർ ഉണ്ട്, ഫോണിൻ്റെ ലൈറ്റർ, അതിൻ്റെ ഐറ്റൽ ഒക്കെ 5 റിയാലുള്ളൂ. ചെറിയ പൈസക്ക് സർപ്പയിൽ നിരത്തി ഒരു 9 മണിക്ക് ശേഷം രാത്രി കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുള്ള് തെരുവോര കച്ചവടം ഉണ്ടാവും കേട്ടോ. പിന്നെ പോലീസുകാരോ മറ്റോ വന്നു കഴിഞ്ഞാൽ ഇവർ ഇതെടുത്ത് മണ്ടും. അതുകൊണ്ട് പിന്നെ ആ ടൈമിൽ ഉണ്ടാവില്ല. അപ്പോൾ പോലീസുകാരുള്ള ടൈമിൽ വരണ്ട. ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പായലോട് പോയി. ഏതായാലും മോതിരങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഏതായാലും ഏതും ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം വെച്ചാൽ എൻ്റെ കജ്ജും കണ്ട് കയറുന്നില്ല, കുത്തിക്കയറി. അങ്ങനെ കുട്ടികളെ കഴിച്ചാൽ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. ട്രെയിനാണ് ഇതിനുള്ളിൽ കൂടെ പോലെ, പക്ഷേ ഇതിനുള്ളിൽ കൂടെ കാറാ പോകണേ. അതിന് കുറച്ച് നേരം ഇങ്ങനെ നോക്കിയത് ഇതൊക്കെ കാണുമ്പോൾ പ്രത്യേക ഒരു ആകർഷണം. എന്താണെന്നറിയില്ല, എപ്പോഴും പ്രായം കൂടിയെന്ന് പറഞ്ഞിട്ടല്ലേ കുട്ടിത്തം മാറിയില്ലാറില്ലേ. ഇതാണ് ഇവിടുത്തെ ഒരു ഐറ്റം കേട്ടോ. ഈ ഒരു സാധനത്തിൽ ഇത് 10 റിയാലാണ്. ഇത് ഒന്നായിട്ട് ഇവിടെ 2-3 കുട്ടികൾ കുറേ കച്ചവടം ചെയ്യുന്നുണ്ട്. കുട്ടികളൊന്നല്ല, വലിയ ആൾക്കാർ അപ്പുറത്തുണ്ടാവും, കുട്ടികളോടെ കച്ചവടം ചെയ്യിച്ചു കേട്ടോ. അങ്ങനെ ഏതായാലും ഇതെന്താ സംഭവിച്ചാൽ ഇത് സൗദിത്തെ പരിപാടിയാണ്. ഇതിൽ ഒന്ന് 10 റിയാൽ കൊടുത്താൽ ഇപ്പോൾ ഒരു തന്നെ കിട്ടിയതാണ് ഷൂസ്, പിന്നെ അതേമാതിരി പൗച്ച്, പിന്നെ ചാർജറിൻ്റെ കേബിള്, ഇതൊക്കെയാണ് ഈ 10 റിയാലിന് കിട്ടി. സംഭവം വെറൈറ്റി പരിപാടിയാണ്. ഇങ്ങനെയൊക്കെ പല ബിസിനസ്സുകൾ ഐഡിയ ഉള്ളവർക്ക് വേണ്ടി നടക്കുന്ന പരിപാടിയാണ്. അങ്ങനെ ഏതായാലും ഇവിടെ ഇങ്ങനെ കുറേ കണ്ടേ ഇങ്ങോട്ട് അങ്ങനെ ചെക്കനൊക്കെ സെൻറ്റ് കച്ചവടം ചെയ്യണം. എന്താ അല്ലേ സംഭവം.